ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാ. അതുപോലെയാണ് KSEBയും പറയുന്നത്. ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമല്ല, വെറും നിയന്ത്രണം മാത്രം. കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും വരുന്നു എന്നതാണ് പുതിയ വാർത്ത. പീക്ക് അവറിലെ ഉപയോഗം കൂടിയതിനാലാണ് ഇത്തരമൊരു ആലോചനയിലേക്ക് കടക്കാൻ KSEBയെ പ്രേരിപ്പിച്ചത്. നിലവിൽ പലയിടങ്ങളിലും അപ്രഖ്യാപിത പവർ കട്ടുകൾ നിലവിലുണ്ട്. അതൊന്നും പവർ കട്ടെന്നുമല്ലെന്നും ചില നിയന്ത്രണങ്ങൾ മാത്രമാണെന്നുമാണ് വകുപ്പ് മന്ത്രിയുടെ ന്യായീകരണം. അതായത് പവർ കട്ട് നിന്റെ പേരോ നിയന്ത്രണം എന്ന് ചോദിക്കേണ്ട അവസ്ഥ. വൈകിട്ട് 6-നും രാത്രി 11-നും ഇടയിലെ വൈദ്യുതി ഉപയോഗമാണ് വർദ്ധിക്കുന്നത്. അതിനാൽ ആഭ്യന്തര ഉൽപാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12,938 കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ചെലവഴിച്ചത്. ഇത്തവണ അതിനേക്കാൾ ഇരട്ടിയിലേറെ രൂപ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വായ്പ എടുക്കുകയാണ് മറ്റു വഴി. ഇതോടെ നിരക്ക് വർധന ഉൾപ്പെടെയുള്ള ഭാരം ജനങ്ങൾക്കുമേൽ വരും. സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ KSEB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറഞ്ഞിരുന്നു. ആ തുറന്നു പറച്ചിൽ പ്രതിസന്ധിയുടെ രൂക്ഷതയാണ് വ്യക്തമാക്കുന്നത്. ഉത്തരേന്ത്യൻ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച 1-ലധികം ദിവസം ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നു. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷം മുതൽ യൂണിറ്റിന് 3 രൂപ 49 പൈസ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിനുൾപ്പെടെ 500 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി സമയങ്ങളിൽ ഈ വൈദ്യുതി എത്രമാത്രം ലഭിക്കുമെന്ന് ഉറപ്പില്ല. കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെയും സർക്കാരിന്റെയും അനുമതി ലഭിച്ചാൽ 18 മാസത്തിന് ശേഷം വൈദ്യുതി ലഭിച്ചു തുടങ്ങും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 1000 മെഗാവാട്ട് വൈദ്യുതി സംഭരിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതിന് സോളാർ എനർജി കോർപ്പറേഷനുമായി ചർച്ച തുടങ്ങി. 1 മെഗാവാട്ട് സംഭരണ ശേഷിയുള്ള ബസ് സ്ഥാപിക്കാൻ 5.6 കോടി രൂപയാണ് ചെലവ്. 1000 മെഗാവാട്ടിന് 5600 കോടി രൂപ ചെലവാകും എന്നതിനാൽ സ്വകാര്യ പങ്കാളിത്തവും KSEB തേടിയേക്കും. സംസ്ഥാനത്ത് പ്രതിമാസം 30 മെഗാവാട്ട് എന്ന നിലയിൽ സൗരോർജ്ജ ഉൽപാദനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 3 വർഷത്തിനുള്ളിൽ 1000 മെഗാവാട്ട് അധിക വൈദ്യുതി ഉൽപാദനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സൗരോർജ്ജം സംഭരിച്ച് വൈദ്യുതി ഉപഭോഗം കൂടുന്ന രാത്രി സമയത്ത്, അതായത് പീക്ക് സമയത്ത് ഉപയോഗിക്കുകയാണ് ലക്ഷ്യം. ഇത് നടപ്പായാൽ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുമെന്ന് KSEB CMD ബിജു പ്രഭാകർ പറയുന്നു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ടില്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും പറയുന്നു. കേന്ദ്ര വിഹിതത്തിലെ ലഭ്യത കുറവനുസരിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ്. നിലവിൽ വൈദ്യുതി പ്രതിസന്ധി ഇല്ല, ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകതയിൽ വന്ന വർധനവും പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതക്കുറവും കാരണം കഴിഞ്ഞ ദിവസം വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരുമെന്ന് KSEB അറിയിപ്പ് നൽകിയിരുന്നു. വൈകിട്ട് 7 മുതൽ രാത്രി 11 മണിവരെയുള്ള പീക്ക് മണിക്കൂറിൽ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നും വൈദ്യുതി ബോർഡ് അഭ്യർത്ഥിച്ചിരുന്നു. ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് പവർ കട്ട് ഉണ്ടാകില്ലെന്ന വാഗ്ദാനം ലംഘിച്ചെന്ന് വലിയ വിമർശനവും ഇതിനെതിരെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ വിശദീകരണവും വന്നത്. ഓരോരോ കാലത്തും പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിനൊക്കെ പുതിയ പേരുകൾ നൽകുകയും ചെയ്യുന്നത് ഒത്തരിയൊന്നുമല്ല. സംസ്ഥാനത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല, പക്ഷേ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ആ നിയന്ത്രണത്തിന്റെ പേര് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ അല്ലെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. നിയന്ത്രണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അത് വിശ്വസിക്കും എന്നായിരിക്കും മന്ത്രിയുടെ വിശ്വാസം. അതെ, വിശ്വാസം അതല്ലേ എല്ലാം.